ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നെ കൊണ്ട് ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ കൊത്തിക്കൊണ്ടിരിക്കും. വേഗം കായ് ഇട്ടോ. ഇനിയിപ്പോ വെള്ള ഇത് മലിക്ക് അത്തം കറുത്തിട്ടാണ് ഇനി ഓണം പൊളിക്കും. ഇത് കറിയോ പൈസ കറിക്കണം. അപ്പോൾ ഇതാ രാവിലത്തെ സ്കൂൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞാനും പാത്തോട്ടിനെയൊക്കെ കൊണ്ടുവന്ന് വിട്ടിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ചപ്പാത്തി മസാലയായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് മസാലയിൽ ഉപ്പ് അധികമായിപ്പോയി. പിന്നെ ഞാൻ വരുമ്പോൾ കുറച്ച് തക്കാളിയും പച്ചമുളകും പിന്നെ സോപ്പും പൊടിയൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരുമ്പാൻ തോനുണ്ടായിരുന്നു, സോപ്പും പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, കുഞ്ഞി മത്തി കേട്ടോ. അപ്പോൾ അത് മുളക് തേച്ച് വെച്ചിട്ടുണ്ട് ഒക്കെ നന്നാക്കിയിട്ട്. പിന്നെ വരുമ്പോൾ ഞാൻ തക്കാളി ഇതും വാങ്ങിട്ട് വന്നു. ഗ്യാസ്ക്ക് ചപ്പാത്തി തിന്നു കേട്ടോ. ഉപ്പ് അധികമായി പറഞ്ഞിട്ട് തിന്നണില്ല മക്കളെ. എൻ്റെ അടുത്ത് അടിയും പക്കാണത്തിന് വരികയാണ്. കുറച്ച് ഉപ്പ് അധികമായി, ഉപ്പിൻ്റെ ആളാണ്. ഉപ്പ് അധികമായി പറഞ്ഞിട്ട് തിന്നണില്ല. എന്നെ തല്ലി, എന്നെ ചീത്ത പറഞ്ഞ്. ഇവിടെ എന്താ ഇറിട്ട് കണ്ട. ഇന്ന് നിങ്ങളൊക്കെ ന്യൂസ് അറിഞ്ഞാന്നറിയില്ല. എന്താണ്, ഒരു കുട്ടിനെ, തമിഴ്നാടാണ് കേട്ടോ, 3.5 വയസ്സായ ഒരു ചെക്കൻ കുട്ടിനെ തൊട്ട വീട്ടിലത്തവർ കൊന്നിട്ട് ചാക്കിലാക്കിയിട്ട് വാഷിംഗ് മെഷീനിൽ ഇറക്കി വെച്ചിക്കവേ. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്താണെന്നറിയില്ല, വാർത്തയിൽ കേട്ടോ. തമിഴ്നാടാണ്, തിരുനെൽവേലി പറഞ്ഞ സ്ഥലത്താണ്. എന്തായാലേ 3.5 വയസ്സായ കുട്ടീനെ, അവർ അയൽവാസികളാണ്, കുറച്ച് ബന്ധുക്കളും കൂടിയാണ്. അപ്പോൾ എന്തോ ഒരു ശത്രുതയിൽ ചെയ്താണ്. എന്താണെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എന്താണെന്നുള്ളതെന്ന് അറിയില്ല. 3.5 വയസ്സായ കുട്ടി ഞാൻ കണ്ടു, കുട്ടീനെ കണ്ടു. പാവല്ലേ, എന്തായാലേ. രണ്ട് കുട്ടികളത്തെ ഒരു കുട്ടിയാണ് കേട്ടോ. 3.5 ഒരു കുട്ടി കളിക്കണവരെ അമ്മ കണ്ടിക്കണ്. പിന്നെ കുട്ടീനെ തിരയുമ്പോൾ കുട്ടീനെ കാണാനില്ല. പിന്നെ പോലീസ് വരുന്ന സമയത്ത് ഒരു സ്ത്രീ, തൊട്ടുവിടുന്ന ഒരു സ്ത്രീ ഓടിയവേ. അപ്പോൾ ആ സ്ത്രീനെ സംശയം വെച്ച് വീട്ടിൽ പരിശോധിച്ചപ്പോഴാണ് വാഷിംഗ് മെഷീൻ്റെ ഉള്ളിൽ നിന്ന് കുട്ടീനെ കിട്ടിയത്. ചാക്കിലാക്കിയിട്ട് ഇറക്കി വെച്ചിരിക്കണത്. നിങ്ങൾ കണ്ടാ വാർത്ത? അല്ലാ, പാവ കുട്ടീൻ്റെ മുഖം കാണുമ്പോൾ സങ്കടം വരിക. അപ്പോൾ എല്ലാവരും മക്കളിനൊക്കെ പുറത്ത് വിടുമ്പോഴൊക്കെ ശ്രദ്ധിക്കുക. ഇക്കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റൂല. അയൽവാസികളിനെയും കുടുംബക്കാരനെയും എന്തിനും നമ്മുടെ വീട്ടിലുള്ളവരിനെ പോലും നമ്പാൻ പറ്റൂല. അങ്ങനത്തെ സമയമാണ്. മക്കളിലൊക്കെ ശ്രദ്ധിച്ചോളൂ. അപ്പം ഞാൻ ഭഗവാൻ ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിട്ടാ. പിന്നെ ഇപ്പം അവിടെ താടി വലിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇന്ന് നമുക്ക് കറി എന്ന് പറയുന്നത് മുളക് കറിയാണ് കേട്ടോ. മത്തി മുളക് കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുപ്പിലാണ് ഞാൻ വെക്കാൻ പോണത്. അപ്പം അമ്മ മീനൊക്കെ നന്നാക്കി തന്ന് കായം പറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോയി കറിയാക്കണം. അപ്പോൾ ഞാൻ പോയി അത് കറിയാക്കിയിട്ട് വരാം. അപ്പോൾ എന്താ നിങ്ങളുടെയൊക്കെ വിശേഷം കൂട്ടുകാരെ? അത് ചോദിക്കാൻ വിട്ടുപോയി. എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബേർഡ് കമ്മിറ്റിനെ കുറിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ പിന്നാലെ ഇനി ഞാൻ പോണില്ല. ഇടേണ്ടവരൊക്കെ ഇടട്ടെ. ഒരാൾ നന്നാവണതും ആർക്കും കണ്ടുകൂടാ, ഒരാൾ രക്ഷപ്പെടുന്നതും ആർക്കും കണ്ടുകൂടാ. അങ്ങനത്തെ കാലമാണ് ഇന്ന്. പിന്നെ നമ്മുടെ വീടൊക്കെ കുറച്ച് വെള്ളം അടിക്കണം. ഇനിയിപ്പോൾ ഓണവും കാര്യങ്ങളൊക്കെയാണ്. കുറേ വിചാരിക്കണം വെള്ളം അടിക്കണം എന്ന്, സഹായിക്കണേ ഇല്ല കേട്ടോ. അക്കത്തിന് മണീസ് തന്നെ വേണ്ടേ, അതില്ലാണ്ട് ഒരു കാര്യം നടക്കുന്നത്. നമ്മൾ പള്ളിയിൽ പോയി വന്ന ശേഷം വണ്ടിക്ക് നല്ല പണിയാണ് കേട്ടോ. വണ്ടിൻ്റെ 2 ടയറും കംപ്ലൈൻ്റ് ആയി. അതിൻ്റെ ടെൻഷനിൽ ഇരിക്കുകയാണ് മൂപ്പര്. ഇനിയിപ്പോൾ നമുക്ക് പെൻഷൻ പണമൊക്കെ വരാനുണ്ട്, വന്നിട്ടില്ല. അങ്ങനെയാണ് ഇപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ. റിയാസ്ക ഉപ്പ് അധികം തിന്നില്ല. ഞങ്ങൾ തിന്നില്ല, കുറച്ച് ഉപ്പ് അധികമായിട്ടാണ്. ഇപ്പം അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. കട്ടിയുണ്ടല്ലോ. പിണക്കമാണു ഉപ്പ് അധികമായപ്പോൾ എന്നോട് പിണങ്ങി മക്കളെ. റിയാസ് പിണങ്ങി അല്ലേ? നമുക്കൊന്നും പറയാല്ലേ ഇവരിനോട്. എന്താണ്, നമുക്കൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ എന്ത് ചോദിച്ചാലും റിയാസ്ക ഒന്നും മിണ്ടുന്നില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്നുമേ മിണ്ടുന്നില്ല എന്നൊരു പരാതി വന്നിട്ടുണ്ട്. എന്തെങ്കിലൊന്നും മിണ്ടാത്ത, എന്തെങ്കിലും ഒന്ന് മിണ്ടി ആർക്ക് വേണ്ടിയിട്ട് പ്ലീസ് ഒന്ന് മിണ്ടി. നമ്മുടെ ഒരു ഫ്രണ്ട് സബ്സ്ക്രൈബർ ചോദിച്ചാൽ
മിണ്ടീന്നേ ഹായ് പറ ഹായ് പറ വലിയ മാനക്കേട് കാരനാണ് കേട്ടോ. മുഖമൊക്കെ മറച്ച് വെച്ചിട്ടിരിക്കുന്നുണ്ട പറയ്. അപ്പോൾ ഇനി ഇരുന്നാൽ ശരിയാവില്ല കേട്ടോ. ഇനിയിപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി. നമ്മുടെ റിൻഷിമോൾക്ക് എക്സാമാണ്. പിന്നെ ഫാത്തിമാൻ്റെ സ്കൂളിൽ 12-ാം തീയതി ഓണപ്പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അവളുടെ സ്കൂളിൽ ചിലപ്പോൾ ചെറിയൊരു കിറ്റൊക്കെ നമുക്ക് കിട്ടും. ഇത് സെഞ്ചി ഇന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു കിറ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഓണസദ്യ ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ പോകണം. 12-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 10 ഡേറ്റ് 12-ാം തീയതിക്കാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ തന്നെ വേണം. പൈസ ഇല്ലാണ്ട് മക്കളെ ഒരു കാര്യം നടക്കില്ല. എന്തിനും ഏതിനും നമുക്ക് മണീസ് തന്നെ വേണം. മണീസ് ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. പക്ഷെ അത് നല്ലമായ രീതിയിൽ ഉണ്ടാക്കണം എന്ന് മാത്രം. അപ്പോൾ അതൊക്കെ നല്ലപോലെ ഉണ്ടാക്കാൻ പഠിച്ചാൽ നമുക്കൊക്കെ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യമൊക്കെ തരട്ടെ. എന്തിൻ്റെ പള്ളിയിൽ നിന്നാണ് നബിദിനത്തിൻ്റെ? ഇവിടെ വന്ന ശേഷം കിട്ടിയിട്ടേ ഇല്ലല്ലോ. നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 5 വർഷമായി. അത് നമുക്ക് അല്ലല്ലോ കിട്ടിയോ? കിട്ടി. ബേബി തൊട്ടുപിടുത്തവർ നമുക്കൊരു ടോക്കൺ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഒരിക്കൽ മാത്രം 4 കൊല്ലത്തിന് ശേഷം ഒരിക്കൽ വാങ്ങിച്ചു. അപ്പോൾ കിട്ടി. ശരി റിയാസ്കാർക്ക് കിട്ടിയില്ല. അവർക്ക് ദേഷ്യം വന്നിട്ടോ. ഒരിക്കൽ എന്ത് കിട്ടി, ഞാൻ മറന്നുപോയി. എനിക്ക് വലിയ മറവിയാണ് കേട്ടോ, ഭയങ്കരമായ മറവിയാണ്. പിന്നെന്താ വിശേഷം? അപ്പോൾ ഞാൻ വേഗം മുളക് കറിയൊക്കെ വെച്ച് 2-ാമത്തിനും പണിയൊക്കെ ഒതുക്കട്ടെ. അടുപ്പിൽ തന്നെ പോയി കറി വെക്കണം. മൺചട്ടിയിൽ മത്തിക്കറി വെച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. പിന്നെ ഇന്നലെ നമ്മൾ വൈകുന്നേരം അങ്ങോട്ട് പോയി. പക്ഷെ മഴയായപ്പോൾ ഒന്നും കാണാൻ പറ്റാണ്ട് വന്നിട്ട് പിന്നെ ഒരു 8:30 കേട്ടോ വണ്ടി വേഷം വന്നത്. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോയായിട്ട് അത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, ലൈക്ക് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ഈ കുഞ്ഞു വിശേഷങ്ങളും വീഡിയോകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ചാനലും പുതിയതായ വലിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ എല്ലാ സന്തോഷമായാലും ദുഃഖമായാലും ഒക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു വിഷമം എന്ന് പറയുക ഇരിക്കാനൊരു വീട് എങ്ങനെയെങ്കിലും ആക്കണം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഇരിക്കാനൊരു വീടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോറിക്ഷയൊക്കെ ഓട്ടിയിട്ട് ഏത് കാലത്ത് നമ്മളൊരു വീടാക്കും എന്നൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാനിനി മുളക് കറി വെക്കാൻ പോകട്ടെ കേട്ടോ. അപ്പോൾ റിയാസ്ക കഴിച്ചു കൂട്ടാ വരുമ്പോൾ പിന്നെ അവിടെ നിന്നൊരു ചായയും കടിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വന്നിട്ട് 2 ചപ്പാത്തി എന്നാണ് നോക്കുക. അപ്പോൾ കുറച്ച് കല്ലുപ്പായതുകൊണ്ടാണ് കേട്ടോ, കുറച്ച് ഉപ്പ് അധികമായി പോയി. കല്ലുപ്പ് ഇട്ടാൽ നമുക്ക് അളവും അറിയില്ലല്ലോ. പൊടിച്ചിട്ടാണ് ഞാൻ ഇട്ടത്, എന്നാലും അത്ര പൊടിയായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിതാട്ടാ മുളക് കറിയാണ് വെക്കണത്. അപ്പോൾ നമ്മുടെ മൺചട്ടിയിൽ അടുപ്പത്താട്ടാ വെക്കണം. അപ്പോൾ നമ്മളെല്ലാം കലക്കിയ ശേഷം അടുപ്പത്ത് വെക്കണം കേട്ടോ. ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ വലിയ ഉള്ളിനെ കുഞ്ഞായി അരിഞ്ഞിട്ട് തക്കാളിയും പച്ചമുളകും പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പുളി ആവശ്യത്തിന് ഒക്കെ ഒഴിച്ച് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ കലക്കി വെക്കുകയാണ് കേട്ടോ. പിന്നെ കുട്ടികളില്ലെങ്കിൽ പിന്നെ സൈലൻ്റ് ആയിരിക്കും കേട്ടോ. അല്ല പറഞ്ഞാൽ സ്കൂളില്ലാത്ത അന്ന് നമുക്ക് അംഗമായിരിക്കും കേട്ടോ. പിന്നെ ഞാനിതാ ചോറൊക്കെ വെച്ച ശേഷം അടുപ്പിൽ കുറച്ച് വിറക് വാര വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴയായ കാരണം വിറകൊക്കെ നനഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തിരിച്ച് നമ്മൾ ഉണക്കിയെടുത്തിട്ട് കേട്ടോ കത്തിക്കണ. വിറകൊക്കെ തീർന്നിക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ പുളിയും കൂടി ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ നല്ല കുഞ്ഞ് മത്തിയാണ് കേട്ടോ. അപ്പോൾ മുളക് കറി വെച്ചാൽ നല്ല നന്നായിരിക്കും. അപ്പോൾ ചിലർ വറ്റിച്ചൊക്കെ വെക്കും കേട്ടോ. എനിക്കറിയണ പോലെയൊക്കെ അങ്ങനെ വെക്കലുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ വിറകൊക്കെ തീർന്ന് കിടക്കുന്നുണ്ട്. പിന്നെ മഴ പെയ്തിട്ട് നനഞ്ഞിട്ട്. അപ്പോൾ ഞാനിതാ അടുപ്പൊക്കെ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കത്തി പിടിച്ച ശേഷം നമ്മൾ വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കറി പോച്ചൂരടിക്കും. പിന്നെ അതിലങ്ങനെ പൊടി പാറിയപ്പോൾ ഞാൻ തട്ടൊന്ന് കഴുകിയതാണ് കേട്ടോ. പിന്നെ കുറച്ച് പാത്രങ്ങളും കൂടി ഉണ്ടായിരുന്നു കഴുകാൻ കഴിച്ചതിൻ്റെയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കണം. പിന്നെ നമ്മൾ പണിയൊക്കെ തിരുമ്പാനിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുക്കണം. കുറച്ച് ഡെയിലി തിരുമ്പിടുന്നതുകൊണ്ട് പിന്നെ അത്ര ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുക ചെയ്യാം. അപ്പോൾ 2 പണിയും ഒരേ സമയം നടക്കുമല്ലോ. അപ്പോൾ അങ്ങനെ കുഞ്ഞു പണികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ചോറേക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഫാത്തിമാനെ വിളിക്കാൻ പോകും. 2:30 വിളിക്കാൻ പോകണത് കഴിഞ്ഞാൽ റിയാസ്കാർക്ക് സ്കൂൾ ട്രിപ്പ് എടുക്കണം കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് പിന്നെ 2 മഴ എടുക്കാൻ വേണ്ടി പോവുള്ളൂ. പിന്നെ മഴ ഇതാ തൂങ്ങി നിൽക്കുന്നുണ്ട്. മഴയും അടിക്കുന്നുണ്ട്, വെയിലും അടിക്കുന്നുണ്ട്. അപ്പോൾ തുണികളൊക്കെ പിന്നെ ഞാൻ ഉള്ളിൽ തന്നെ ഇട്ടിടണം. വെറുതെ എടുത്തിടാനും നേരം ഉണ്ടാവില്ല. പുറത്ത് പോകുമ്പോഴായിരിക്കും ചിലപ്പോൾ മഴ പെയ്യുക. അത് കാരണം നമ്മൾ ഉള്ളിൽ തന്നെയൊക്കെ പിഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇടും.
വാഷിംഗ് മെഷീനിൽ പിഴിഞ്ഞെടുത്തിട്ട് അങ്ങോട്ട് ഇടും കേട്ടോ. പിന്നെ ഞാനിതാ പാത്രം കാണാൻ വട്ടേക്കൊന്ന് പൊടി പാറയൊക്കെ ഒന്ന് കഴുകിയതാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചോറും കറിയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ മീനൊന്ന് വറുത്തെടുക്കണം കേട്ടോ. മീൻ പിന്നെ ഞാൻ ഗ്യാസിൽ വേഗം വറുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ മീൻ ഗ്യാസിൽ വെക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഇനി അത് പിന്നെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ യൂട്യൂബിൻ്റെ പേജൊക്കെ എന്തായി വരാനായോ എന്നൊക്കെ. അയ്യോ മക്കളെ, ഒരു രക്ഷയില്ലാതെ പാമ്പ് എഴഞ്ഞ് നിങ്ങളെ പോലെ എഴഞ്ഞിട്ടാണ് നമ്മുടെ $100 ആയാലും നമുക്ക് പിന്നെ ഡിസംബറിൽ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ. അപ്പോൾ ആവുന്നത് പിന്നെ നമുക്ക് വ്യൂസൊക്കെ കുറവാണ്, അത് തന്നെ അധികം കൊണ്ട് ഡോളറൊന്നും കയറുന്നില്ല കേട്ടോ. പിന്നെ കിട്ടുമ്പോൾ കിട്ടട്ടെ എന്നുള്ളൊരിതിൽ അങ്ങനെ നമ്മൾ ഡെയിലി വീഡിയോസും ചെയ്യണമല്ലോ. അപ്പോൾ അത് നമ്മൾ സാരം വിചാരിക്കണ പോലെയല്ല കേട്ടോ, നല്ല പണിയുണ്ട് കേട്ടോ. നമ്മൾ പണിയെടുത്താലേ ശമ്പളം കിട്ടുള്ളൂ എന്ന് പറഞ്ഞ പോലെ പണിയെടുക്കണം, നല്ല പണിയുണ്ട്. പിന്നെ നമ്മൾ വീഡിയോ എടുത്താൽ മാത്രം പോരാ, അത് എഡിറ്റ് ചെയ്ത് ഇടാനും നമുക്ക് ഒഴിവുള്ള സമയം നോക്കി ഞാൻ ചില സമയത്ത് വണ്ടിയിൽ നിന്നൊക്കെ എഡിറ്റ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ ഒഴിവിട്ടുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യലാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ നമ്മുടെ അലക്കൽ കഴിഞ്ഞ് കറിയും ആയിട്ടുണ്ട്. മീനും ഒരു ട്രിപ്പ് വറുത്തിട്ടുണ്ട് കേട്ടോ, ഇനി ഒന്നും കൂടി വറുക്കണം. അപ്പോൾ ഞാൻ തുണികളൊക്കെ ഒന്ന് തോരയിടുകയാണ്. ഇനി അത് കഴിഞ്ഞ് നമുക്ക് ഫാത്തിമക്കുട്ടിൻ്റെ ഒരു നേഴ്സ്, അവളിനടക്ക് ഇങ്ങനെ നോക്കാൻ പിന്നെ ഒരു നേഴ്സ് കുട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്വഭാവമൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗം നമുക്കൊരു ഓണത്തിൻ്റെ ഒരു സാരിയും ഒരു മാക്സിയും എനിക്ക് കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് അപ്പം നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നാട്ടത് കൊണ്ട് തന്നത്. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ സാരി മാക്സിയൊക്കെ. അപ്പോൾ എന്തായാലും തന്ന ആ നല്ല മനസ്സിന് ഒരുപാട് നന്ദി പറയുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവും. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.